ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രത്യാക്രമണങ്ങൾ 4ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാന്റെ സവിശേഷ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവി ഇന്നലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 19 ആയി. 224 ആളുകളാണ് ഇറാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാൻ ആണവ ബോംബ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയെന്നാരോപിച്ച് ഇസ്രായേൽ ജൂൺ 13 ആരംഭിച്ച ഓപ്പറേഷൻ റൈസിംഗ് ലയണും തിരിച്ചടിയായി ഇറാൻ തുടങ്ങിയ ട്രൂ പ്രോമിസ് 3 ദൗത്യവും 4ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്നലെ രാത്രി ഇസ്രായേൽ ഇറാനിലേക്ക് സർഫസ് ടു സർഫസ് മിസൈൽ ആക്രമണം ആരംഭിച്ചു. തലസ്ഥാനമായ ടെഹ്റാനിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ ആക്രമണത്തിൽ ഇറാന്റെ സവിശേഷ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് വിഭാഗം മേധാവി മുഹമ്മദ് കസേമിയും ഉപമേധാവി ഹസൻ മൊഹാക്കേക്കും കമാൻഡർ മൊഹസിൻ ബഖേരിയും കൊല്ലപ്പെട്ടതായി IRGC ബന്ധമുള്ള വാർത്താ ഏജൻസി തസ്നിം റിപ്പോർട്ട് ചെയ്തു. IRGCയുടെ ഏറ്റവും ശക്തമായ വിഭാഗമായ ഖുദ്സ് ഫോഴ്സ് കമാൻഡ് ആസ്ഥാനവും ആക്രമിക്കപ്പെട്ടു. പിന്നാലെ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം തുടർന്നു. മധ്യ ഇസ്രായേലിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ടെലവീവിലും ഹൈഫയിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ആണവ കരാറിൽ ഇറാൻ ഉടൻ ധാരണയിലെത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ ചില കാര്യങ്ങൾക്കായി പോരാടേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കാനുള്ള ഇസ്രായേൽ നിർദ്ദേശം ട്രംപ് തള്ളിയെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷത്തിന് അയവ് വരുത്തുകയല്ല, യഥാർത്ഥ പ്രശ്നം ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കുന്നു എന്നതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇറാനിലെ ഭരണമാറ്റം ദൗത്യത്തിന്റെ ഭാഗമാണെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന് ആണവായുധം ഉണ്ടാവരുത് എന്നതിൽ ചോദ്യമില്ലെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എർസുല വോൺ ഡെർ ലയൻ ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞു. ഗാസ വിഷയത്തിൽ ഇസ്രായേലിന്റെ വിമർശകയായിരുന്നു വോൺ ഡെർ ലയൻ. അതേസമയം ഇറാന്റെ ഏറ്റവും സുരക്ഷിതമായ ഫോർദോ ആണവ കേന്ദ്രത്തിന് പരിമിതമായ കേടുപാടുകൾ മാത്രമാണ് ഉണ്ടായതെന്ന് സൂചിപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ഇന്നലെ ടെഹ്റാനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് നാശനഷ്ടമുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.